പടക്കളത്തിലേക്ക് സ്വാഗതം. പടക്കളം കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ സഞ്ചരിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം, അതിലൂടെ ഉയരുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ഓരോ മണ്ഡലത്തിലും അതിലെ വോട്ടർമാർ, രാഷ്ട്രീയ പ്രവർത്തകർ ഇവരെല്ലാവരും ഒത്തുചേരുന്ന പടക്കളത്തിലൂടെ ഓരോ മണ്ഡലത്തെയുമാണ് നമ്മൾ ഇത്രയും ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതേക്കുറിച്ചാണ്, ഓരോ മണ്ഡലത്തെക്കുറിച്ചും സംസാരിച്ചു പോയത്. തുടർന്ന് നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു യുവത്വം, യുവജനത എങ്ങനെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നത് സംബന്ധിച്ച വളരെ ദീർഘമായ പടക്കളം കണ്ടുകഴിഞ്ഞു. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല വിദ്യാർത്ഥി സമൂഹം എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ ഏറ്റവും അധികം കാണുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾക്കൊരു തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി പൂർണ്ണമായും മനസ്സിലാകുന്നതുവരെ, റിസൾട്ട് വരുന്നതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ആ മണ്ഡലത്തിലെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കുന്ന അടിയൊഴുക്കുകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്ന് പുതിയ വോട്ടർമാർ ഏത് നിലയിലാണ് അവരുടെ മുമ്പിലെ പ്രശ്നങ്ങളെ കാണുന്നത്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളൊക്കെ വളരെ സജീവമായ ഒരു കാലത്ത് പ്രശ്നങ്ങളെ, അവരുടെ മുമ്പിലേക്ക് വരുന്ന വിവരങ്ങളെ ഏതു തരത്തിൽ സമീപിക്കുന്നു, പുതിയ വോട്ടർമാർ ആർക്കൊപ്പം എന്നുള്ളതും എല്ലാ തെരഞ്ഞെടുപ്പിലെയും ആകാംക്ഷ നിറഞ്ഞ ഒരു ഘടകമാണ് വിലയിരുത്തലുകളിൽ. പലപ്പോഴും കേരളത്തിൽ ഏറ്റവും സജീവമായ രാഷ്ട്രീയം നിറഞ്ഞ ക്യാമ്പസുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ സജീവമായ വിദ്യാർത്ഥി സംഘടനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് കോർത്തിണക്കിയാണ് പടക്കളം ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇന്ന് പടക്കളത്തിൽ പങ്കെടുക്കുന്നവർ, ഒരാൾ SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ എ അക്ഷയാണ്, മറ്റൊരാൾ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിംജോ സാമുൽ സക്കറിയാണ്, മറ്റൊന്നുകൂടിയുണ്ട്, ദേശീയ തെരഞ്ഞെടുപ്പാണ്. മോദി സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ടുള്ള അടുത്ത 5 വർഷക്കാലത്തെ സർക്കാരിനെ തിരഞ്ഞെടുക്കുമ്പോൾ ABVPയെയും ഞങ്ങൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു, അവരുടെ പ്രതിനിധിയെയും അനുവദിച്ച് തന്നിരുന്നു. പക്ഷേ അവസാന നിമിഷം മറ്റു ചില തിരക്കുകളൊക്കെ പറഞ്ഞ് ആ പ്രതിനിധിയും ABVPയും ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു എന്നതുകൂടി പറയട്ടെ. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ചാണ് വിദ്യാർത്ഥി സമൂഹം, പുതിയ വോട്ടർമാർ എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നു എന്ന ഈ ചർച്ചയിലേക്ക്, ആലോചനയിലേക്ക് പടക്കളം എത്തുന്നത്. ഞാൻ അക്ഷയിലേക്ക് ആദ്യം. അക്ഷയ്, മോദി സർക്കാരിൻ്റെ വിലയിരുത്തലാണ് വരാൻ പോകുന്നൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്. അതിൽ രണ്ടു പക്ഷമില്ല. സ്വാഭാവികമായും 5-10 വർഷക്കാലം രാജ്യം ഭരിച്ച മോദി പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ സർക്കാർ. പക്ഷേ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിൻ്റെ പൊതുമനസ്സ് BJPക്കെതിരായി നിൽക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിയമസഭയിൽ അവർക്ക് അക്കൗണ്ടില്ല, ഉണ്ടായിരുന്നൊരു അക്കൗണ്ട് പൂട്ടുകയും ചെയ്തു. ലോക്സഭയിൽ അവർക്ക് സീറ്റുമില്ല. അപ്പോൾ കേരളത്തിനകത്ത് BJPക്കെതിരായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ, നിലപാടിൻ്റെ അന്തരീക്ഷമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലും അതങ്ങനെ തന്നെയാണ്. പക്ഷേ അത് കേരളത്തിൽ ആരോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ഇവിടെ LDF ആകട്ടെ UDF ആകട്ടെ, രണ്ട് മുന്നണികളും BJPക്കെതിരായിട്ടാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ പുതിയ വോട്ടർമാർ, വിദ്യാർത്ഥികൾ ഇതിൽ ആർക്കൊപ്പം നിൽക്കും ഈ തെരഞ്ഞെടുപ്പിൽ? അങ്ങനെ അതിൻ്റെ കാരണം എന്താണ് എന്നതൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇപ്പോൾ SFI നേതാവെന്ന നിലയിൽ, വിദ്യാർത്ഥി നേതാവെന്ന നിലയിൽ പുതിയ വോട്ടർമാർ, വിദ്യാർത്ഥികൾ എന്ത് തരം കാഴ്ചപ്പാടിലൂടെയാകും പോവുക ഈ തെരഞ്ഞെടുപ്പിൽ? രാജ്യത്തിനകത്തൊരു ജനാധിപത്യ മതനിരപേക്ഷ രാജ്യം നിലനിൽക്കണമോ, അതല്ലെങ്കിൽ ഒരു രാഷ്ട്രമായി, ഒരു ഹിന്ദു രാഷ്ട്രമായി ഇത് പരിവർത്തനപ്പെടുത്തണമോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനകത്ത് BJP കഴിഞ്ഞ 10 വർഷ കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള കോർപ്പറേറ്റ് അനുകൂലമായിട്ടുള്ള നിലപാടുകളും വർഗീയവൽക്കരണത്തെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശദമായി തന്നെ നാം എല്ലാവരും കഴിഞ്ഞ കാലങ്ങളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാവുന്നതുമാണ്. ആ നിലയിൽ രാജ്യത്തിനകത്ത് BJP തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ മതേതരത്വ രാജ്യമെന്ന നിലയിൽ ഇന്ത്യ മുമ്പോട്ട് പോകേണ്ടതില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അത്തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത സംവിധാനങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് രാജ്യത്തെ ഛിന്നഭിന്നമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി ഏറ്റവും ഒടുവിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ വരെ ഈ രാജ്യത്തിനകത്ത് അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭരണഘടന വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന സ്വഭാവത്തിന് വിരുദ്ധമായിട്ടുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിർണ്ണയിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിനകത്തെ സംവിധാനങ്ങളെ മാറ്റിയെടുക്കുന്ന ഒരു സമീപനം ഈ രാജ്യത്തിനകത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ അതിനെതിരായിട്ട് നിലപാടെടുത്തുകൊണ്ടാണ് ഇടതുപക്ഷം മുമ്പോട്ട് വരുന്നത്. തീർച്ചയായും ഇടതുപക്ഷത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹം നിൽക്കുമെന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. രാജ്യത്തിനകത്ത് ആദ്യമായി ഈ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അതിനെതിരെ പ്രമേയം പാസാക്കിയ നിയമസഭയാണ് കേരളത്തിലെ നിയമസഭ എന്ന് പറയുന്നത്. ഇപ്പം സുപ്രീം കോടതിയിലേക്ക് ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ഭരണഘടനാ സാധുതയുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് വരുന്ന സാഹചര്യവുമുണ്ട്.
അതേസമയം UDFിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിനകത്തെ കോൺഗ്രസിൻ്റെ AICCയുടെ പ്രസിഡന്റിനോട് ചോദിച്ചു, മല്ലികാർജുൻ ഖാർഗെയോട് പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾ അധികാരത്തിൽ വന്നാൽ മാറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? അദ്ദേഹം പറഞ്ഞ മറുപടി ഞങ്ങൾ രാത്രിയിലൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്നുള്ളതാണ്. ഈ രാജ്യത്തെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഒഴികെയുള്ള മറ്റ് മതസ്ഥരെയെല്ലാം തന്നെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന നിലയിലേക്ക് രാജ്യത്തിനകത്തെ മുഴുവൻ ജനതയെയും വെട്ടിക്കീറി മുറിക്കാനായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഒരു നയമാണ് ഈ BJPയുടെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെതിരെ ശക്തമായി നിലപാടെടുത്ത് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഏകപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ആ നിലയിൽ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെ കേരളത്തിനകത്തെ വിദ്യാർത്ഥി സമൂഹം നിൽക്കും എന്നുള്ളതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതായത് സിംജോ, അക്ഷയ് പറഞ്ഞു വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ രണ്ടുപേരും രണ്ട് മുന്നണിയും സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ മോദിക്കെതിരായി, മോദി സർക്കാരിനെതിരായി, BJPക്കെതിരായി വോട്ട് ചോദിക്കുമ്പോൾ പക്ഷേ പ്രശ്നങ്ങളിൽ മോദി സർക്കാരിനെ കേരളം ഏറ്റവും അധികം വിമർശിക്കുകയോ പ്രതിക്കൂട്ടിൽ നിർത്തുകയോ ചെയ്യുന്ന വിഷയങ്ങളിൽ വളരെ പ്രതിജ്ഞാബദ്ധതയോടെ മുന്നിട്ടിറങ്ങി നീങ്ങിയതിൻ്റെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി ആ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ തീരുമാനമെടുക്കാൻ വൈകുന്നതിലൂടെയോ നേരിട്ട് സമരം ചെയ്യാൻ വിമുഖത കാട്ടുന്നതിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ നേതാക്കൾ സംഘ് പരിവാർ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ പലപ്പോഴും കാട്ടുന്ന വഴുവഴുപ്പൻ നയങ്ങളും അതുപോലെ തന്നെ അവർക്ക് അനുകൂലമായി പലപ്പോഴും സംസാരിച്ചതിൻ്റെയും നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന് നിരന്തരം BJPയിലേക്ക് പോകുന്ന ഒരു ദേശീയ സാഹചര്യവും കേരളവും ഒട്ടും വിഭിന്നമല്ല. ഈ ഒരു പ്രശ്നം കേരളത്തിൻ്റെ പുതിയ വോട്ടർമാരുടെ മുമ്പിലുമില്ലേ? അവരും ഈ കാഴ്ചകൾ കാണുകയല്ലേ? ഈ രാഷ്ട്രീയം മനസ്സിലാക്കുകയല്ലേ? അങ്ങനെ വന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് UDFന് പുതിയ വോട്ടർമാരുടെ വോട്ട് അനുഭാവം സ്വന്തമാക്കാനാവുക? അക്ഷയ് സൂചിപ്പിച്ചതുപോലെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട് വലിയ ജനങ്ങൾക്കിടയിൽ വളരെ വലിയ ഭീതിയാണുള്ളത്. അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ചേർത്ത് നിർത്തി സംസാരിക്കേണ്ട ഒരു വിഷയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം. അതുമായി ബന്ധപ്പെട്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ, അതിൻ്റെ 68 പേജോളം വരുന്ന ലേഖയിൽ എവിടെയും ജനാധിപത്യമെന്നോ മതനിരപേക്ഷതയൊന്നും സൂചിപ്പിക്കാതെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുവാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തിയ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഗാന്ധി, അല്ലെങ്കിൽ മൗലാന അബുൽ കലാം ആസാദ് അടക്കമുള്ള ആളുകളെ ആ ചരിത്രത്താളുകളിൽ നിന്നും നീക്കം ചെയ്യുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ അതിശക്തമായ അലയൊലികൾ നമ്മുടെ ക്യാമ്പസുകളിൽ നിന്നും ഉയരേണ്ടതുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ്. ഇവിടെ മുൻപ് ഒരു നേതാവ് സൂചിപ്പിച്ചതുപോലെ ഈനാമ്പേച്ചി എന്നോ മരപ്പെട്ടിയോ എന്നൊക്കെ പറഞ്ഞ് ചിഹ്നം സംരക്ഷിക്കുവാൻ വേണ്ടി ഉള്ളൊരു തിരഞ്ഞെടുപ്പല്ലേ ഇത്? ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ വലിയ പ്രാധാന്യം അർഹിക്കുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ ശക്തികളെ ഒരുമിച്ച് ചേർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണി എന്ന ഒരു വലിയ മുന്നണി ഉണ്ടാക്കി അതിൽ BJPക്കെതിരായി കൃത്യമായ രാഷ്ട്രീയം എക്കാലവും പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ മതനിരപേക്ഷ ശക്തികളെ പരിപോഷിപ്പിക്കുക എന്ന ഉത്തരവാദിത്വത്തോടുകൂടി ഈ രാജ്യത്തിൻ്റെ ഭരണം പിടിച്ചെടുക്കുക എന്ന വലിയ ദൗത്യമാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്. അതുകൊണ്ട് രാജ്യത്ത് ഏറ്റവും കൂടുതൽ BJPയോട് നേരിട്ട് മിക്ക സംസ്ഥാനങ്ങളിലും നേരിട്ട് ഏറ്റുമുട്ടുന്ന, ഇവിടെ മുൻപ് സൂചിപ്പിച്ചു BJPയിലേക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കടന്നു പോകുന്നു എന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ആകമാനമുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യ പ്രതിപക്ഷ ശക്തി എന്ന് പറയുന്നത് ഇന്നും കോൺഗ്രസ് ആണ്. രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയടക്കം അല്ലെങ്കിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയിലടക്കം സൂചിപ്പിച്ചൊരു വസ്തുതയുണ്ട്. ആർക്ക് വേണമെങ്കിലും ഈ സംഘടനയിൽ നിന്ന് പോകാം, പക്ഷേ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്, കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തെ ഒപ്പം ചേർത്ത് വെച്ച് പോകുന്ന ആളുകൾ എല്ലാ കാലവും കോൺഗ്രസിൽ തുടരും എന്ന വലിയ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് സിംജോ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ഞാൻ ഇവരുമായി സംസാരിക്കുന്നതിന് മുമ്പ് അക്ഷയോടൊരു കാര്യം, അതായത് ഇന്ത്യ എന്നൊരു മുന്നണി അതൊരു യാഥാർത്ഥ്യമാണ്, BJP ഇതര മുന്നണിയാണ്. അതിൽ കോൺഗ്രസിന് ഇപ്പോൾ സിംജോ കരുതുന്നത് പോലെ ഒരു കുറെ കൂടി വലിയ റോളുണ്ടോ? ഒന്ന്. രണ്ട്, സിംജോ പറഞ്ഞു കുറേ അധികം സംസ്ഥാനങ്ങളിൽ നേർക്കുനേർ അവർ പോരാടുന്നു. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ, ഏതെങ്കിലും സാഹചര്യത്തിൽ 2019 കേരളം കരുതിയിരുന്നത് പോലത്തെ ഒരു രാഹുൽ ഫാക്ടറോ കോൺഗ്രസ് ഫാക്ടറോ ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് കാണുന്നുണ്ടോ? സിംജോയുടെ ധാരണകൾ കേട്ടല്ലോ, അക്ഷയ് കേട്ടല്ലോ. അക്ഷയ്ക്ക് കേട്ടപ്പോൾ അതിലെ അപാകതകൾ, പിശകുകൾ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ ഇപ്പോഴും വലിയ നിലയിലുള്ള ഒരു പ്രതിപക്ഷ സംവിധാനമാണ് എന്ന് പറഞ്ഞു വെക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അങ്ങനെ നാം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ രാജ്യത്തിനകത്ത് BJPയോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ കഴിയുന്ന മറ്റൊരു കക്ഷി B ടീമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും മതനിരപേക്ഷ കാഴ്ചപ്പാടോടുകൂടി അവർ മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ കൂടിയും നമ്മുടെ രാജ്യത്തിനകത്ത് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിങ്ങളിതിനകത്ത് പങ്കെടുക്കണമെന്ന് BJP ക്ഷണിച്ചപ്പോൾ
യാതൊരു സംശയവുമില്ലാതെ നിസ്സംശയം CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ പറഞ്ഞു വെച്ചത് ഞങ്ങൾ അതിനകത്ത് പങ്കെടുക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ആ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു ക്ഷണം വന്നപ്പോൾ ആദ്യം കോൺഗ്രസിൻ്റെ നേതാക്കൾ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ സ്വീകരിച്ച നയം എന്താ? അതിൽ ഞങ്ങൾ പങ്കെടുക്കും എന്നുള്ള നിലയിലാണ്. അങ്ങനെ മൃദുഹിന്ദുത്വ നയവുമായിട്ടാണ് അവർ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. ഹിമാചൽ പ്രദേശിലെ സർക്കാർ ഏത് നയമാണ് സ്വീകരിച്ചത്? ഏറ്റവും ഒടുവിൽ വിമർശനങ്ങൾ ഒരുപാടായപ്പോൾ കോൺഗ്രസ് തങ്ങളുടെ നയം തിരുത്തി, ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴും ഹിമാചൽ പ്രദേശിലെ സർക്കാർ അപ്പോഴും പക്ഷേ ഒരു വാദമുണ്ട്, ഞങ്ങൾ BJP-യുമായി നേർക്കുനേർ മത്സരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാജസ്ഥാൻ അവതരിപ്പിക്കും, മധ്യപ്രദേശ് അവതരിപ്പിക്കും, കർണാടക അവതരിപ്പിക്കും. അങ്ങനെ കുറേ സംസ്ഥാനങ്ങളുടെ ഒരു 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 കോൺഫിഡൻസ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റെടുക്കാനാവുമോ? അങ്ങനെ നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളിലും നമ്മുടെ പിന്തുണയുണ്ട്. ഈ പറയുന്ന പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, ഒറ്റയ്ക്ക് കോൺഗ്രസ് മത്സരിച്ച് നിൽക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് തകർന്നടിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് പലയിടത്തും. ശരി, അതായത് നമ്മളെപ്പോഴും ഈ ക്രിക്കറ്റിൻ്റെയൊക്കെ ഭാഷ സംസാരിക്കുന്നവരാണ്. സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയാറുണ്ട്. ആ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ എതിരാളിക്ക് നേരെയുള്ള പ്രഹരശേഷി എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ ഈ സംസ്ഥാനങ്ങളിൽ ആകെ കാര്യമായി കുറഞ്ഞു പോയിട്ടുണ്ട്. നേർക്കുനേർ നേരിടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഒരുപാട് സംസ്ഥാനങ്ങളിൽ. പക്ഷേ ആ സംസ്ഥാനങ്ങളിൽ BJP-യെ നേരിട്ട് വിജയിച്ചു വരാനുള്ള സ്ട്രൈക്ക് റേറ്റ് കോൺഗ്രസിന് വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. അതിന് നിരവധിയായ കാരണങ്ങളുണ്ട്. ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല കോൺഗ്രസ്. മറിച്ച് ഈ മുന്നണി എന്ന നിലയിൽ തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടുകൂടി മാത്രമേ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മുമ്പോട്ട് പോകാൻ കഴിയൂ. BJP-ക്കെതിരായ ഒരു സർക്കാർ രൂപീകരിക്കപ്പെടണമെങ്കിൽ എല്ലാ പാർട്ടികൾക്കും, എല്ലാ സംസ്ഥാനങ്ങളിലെയും മുന്നണികൾക്കും പാർട്ടികൾക്കും വലിയ റോള് വഹിക്കാനുണ്ട് എന്നുള്ളത് കൂടി. ഇപ്പം നമുക്കറിയാം, നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെയൊക്കെ അറസ്റ്റിൻ്റെ ഒരു സാഹചര്യം BJP-ക്ക് തന്നെ അറിയാം. BJP-ക്ക് നല്ല സീറ്റ് നേടാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഒരു സ്വിംഗ് സിറ്റുവേഷൻ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു ഉറപ്പില്ലായ്മ അവരെ ബാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് അതിവേഗം എല്ലാ മര്യാദയും ലംഘിച്ചുകൊണ്ടുള്ള നടപടികളിലേക്കൊക്കെ അവർ പോയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പൊതു അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയിൽ സഹകരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും അവരുടേതായ വലിയ റോള് റെലവൻസ് ഈ തെരഞ്ഞെടുപ്പുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇവിടെ ഞാൻ ചിലരോട് ചോദിച്ചപ്പോൾ ചിലർ കൊല്ലത്തുനിന്ന് വരുന്നവരുണ്ട്, ചിലർ തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളവരുണ്ട്, അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? ചൂടായാ? ഒന്ന് കേൾക്കട്ടെ, നിങ്ങളുടെയൊക്കെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് വിശേഷം ഒന്ന് അറിയട്ടെ. ഇത് സംസാരിച്ചോ, അല്ലെങ്കിൽ ഒരു പാട്ട് പാടിക്കോ? ഈ കൂട്ടത്തിൽ പാട്ട് പാടുന്ന ആരുള്ളേ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പാട്ടായിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാ കാലവും ഓർത്തു വെക്കാമല്ലോ. മതി, കൊള്ളാം. പൂമലർ എൻ പുന്നാരനബി പൂങ്കമർ പ്രഭ തോൽക്കുന്ന മതിയെ പൂമദീന മണ്ണിൻ്റെ നിധിയെ പൂതി എന്നിൽ കാണാനായി കൊതിയെ പാടുന്ന പാട്ടിൻ്റെ ഇണങ്ങളെല്ലാം യാ സെയ്ദി തേടുന്ന കൽബിൻ്റെ നോവെല്ലാം തീർക്കൂ യാ സനദി പൂമലർ എൻ പുന്നാരനബിയെ പൂങ്കമർ പ്രഭ തോൽക്കുന്ന മതിയെ പൂമദീന മണ്ണിൻ്റെ നിധിയെ പൂതി എന്നിൽ കാണാനായി കൊതിയെ പാടുന്ന പാട്ടിൻ്റെ ഇണങ്ങളെല്ലാം യാ സെയ്ദി തേടുന്ന കൽബിൻ്റെ നോവെല്ലാം തീർക്കൂ യാ സനദി. കൊള്ളാം, അതിഗംഭീര പാട്ട്. ഒരു കയ്യടി വേണ്ടേ? ഈ നോമ്പിൻ്റെ വിശുദ്ധ നാളുകളിൽ എത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് പാടിയത്. മോളുടെ പേരെന്താ? ജിസ്ന. അപ്പോൾ സത്യത്തിൽ ആ ഫ്രണ്ടിനാണ് ഒരു കയ്യടി കൊടുക്കേണ്ടത്. കാരണം നൈസായിട്ട് എനിക്കൊരു മെസ്സേജ് തന്നു, ഇതാ ഇദ്ദേഹം പാടും. അപ്പോൾ അത് നന്നായി. എവിടെ വീട്? ആലപ്പുഴ. എങ്ങനെയുണ്ട് നാട്ടിലെ തെരഞ്ഞെടുപ്പ്? ഒന്നും അറിഞ്ഞൂടാ. വോട്ടായോ? ഇല്ല. അപ്പോൾ കുഴപ്പമില്ല. വോട്ടായിട്ടില്ല അല്ലേ? അപ്പോൾ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടോ? ഒരു വോട്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു ഒരു ഇഷ്ടവും താല്പര്യമൊക്കെ ഉണ്ടോ? വോട്ട് ചെയ്യാൻ ഇഷ്ടമൊക്കെയാണ്. ഐഡന്റിറ്റി കാർഡ് അത് കിട്ടിയാലേ പറ്റൂ. പറഞ്ഞിട്ടുണ്ട്, ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാം അല്ലേ? അപ്പോഴത്തേക്ക് ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥികളെയും അന്നത്തെ രാഷ്ട്രീയ കാലവും ഒക്കെ ശ്രദ്ധിക്കുമോ? ശ്രദ്ധിക്കും. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഉഷാറാവണം അല്ലേ? ഓക്കെ. എവിടെയാ വീട്? ഏത് കോളേജിലാണ്? തൃശ്ശൂരുകാരനാണ് തൃശ്ശൂരുകാരനാണ് അല്ലേ?
ഇവിടെ ലോ അക്കാദമിയിലാണ് ആണോ? LLB പഠിക്കുന്നത്. ആ, എങ്ങനെയുണ്ട് തൃശ്ശൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ആവേശം? തൃശ്ശൂർ നല്ലൊരു ആവേശത്തിലാണ് നിൽക്കുന്നത്. തൃശ്ശൂർ ഒരു ത്രികോണ മത്സരമല്ല, സാധാരണ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെ ഒരു ത്രികോണ മത്സരമല്ല. അവിടെ നമ്മൾ സാധാരണ ത്രികോണ മത്സരം എന്ന് പറയുന്നത് BJP ചില മണ്ഡലങ്ങളിൽ ഉണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ്, മത്സരരംഗത്തുണ്ടെന്ന് വിചാരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ത്രികോണ മത്സരമില്ല, LDF UDF നേർക്കുനേർ. അവിടെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുകൂടിയാണല്ലോ പറയപ്പെടുന്നത് ഒരു ത്രികോണ അങ്ങനെ മത്സരം ഒരു പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നോട്ട് പോയി. അതിന്റെ ഈ സോഷ്യൽ മീഡിയ വീഡിയോ തുടക്കത്തിലെ ആ സോഷ്യൽ മീഡിയയിലും യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വിലക്കെടുത്തതിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു മുന്നേറ്റമാണ് കണ്ടത്. സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ളൂ. തൃശ്ശൂർ ടൗണിന്റെ ഭാഗത്ത് കുറച്ച് മേഖലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രചരണം മാത്രമാണ്. അതിൻ്റെ അപ്പുറത്തേക്കായി തൃശ്ശൂരിൻ്റെ വളരെ സാധാരണയുള്ള മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ, കോസ്റ്റൽ മേഖലയിലൊക്കെ ചെല്ലുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ഫാക്ടറി അല്ല എന്നുള്ള, അവിടെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാഥമികപരമായുള്ള ആവശ്യങ്ങളും പ്രശ്നങ്ങളും മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം തോറ്റെങ്കിലും അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാചകം ഭയങ്കര വൈറലായിട്ടുണ്ട്, ഞാനിങ്ങ് എടുക്കുക എന്ന് പറയാറുണ്ടല്ലോ. അദ്ദേഹത്തിന് പൊന്തത്തില്ലത്. തൃശ്ശൂർ അങ്ങനെ എടുക്കാൻ നിന്നു കൊടുക്കൂല അല്ലേ? തൃശ്ശൂർ അങ്ങനെ എടുക്കാനൊന്നും പറ്റത്തില്ല. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ? പക്ഷേ അദ്ദേഹത്തിന് 2 തോൽവിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് 3ാമത്തെ തവണയാണ് മത്സരം. അത് ശരിയാണ്. പക്ഷേ ഈ അപ്പോൾ ഒന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ വന്നിട്ടും ആളുകളൊന്നും കാണാതെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് കയറി പോയിരുന്നൊക്കെ, രാജീവ് ചന്ദ്രശേഖരന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നൊക്കെ പറഞ്ഞ് പോകുന്നതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാവുന്നത് ആൾക്കൊക്കെ മനസ്സിലായി ഏകദേശം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തൃശ്ശൂർ പൊന്തത്തില്ല. തൃശ്ശൂരുള്ളത് ജനാധിപത്യ മതേതര വിശ്വാസികളായ ആളുകളാണ്. അവരെങ്ങനെ വന്നാലും അവിടെ. അതാണ് സുരേഷ് ഗോപിയെ കുറിച്ച് പേര് പറഞ്ഞില്ല, നിതീഷ് എന്നാണ്. നിതീഷിൻ്റെ പ്രവചനമാണ്, അല്ലെങ്കിൽ നിതീഷിൻ്റെ കാഴ്ചപ്പാടാണ് അല്ലേ? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? എവിടെയാണ് വീട്? എൻ്റെ സ്ഥലം വിതുരയാണ്. വിതുര എന്ന് പറയുമ്പോൾ ആറ്റിങ്ങൽ അല്ലേ? ഉഷാറാണോ? നല്ല രീതിയിൽ പ്രചാരണം പോകുന്നുണ്ട്. ഇദ്ദേഹം സൂചിപ്പിച്ചല്ലോ, എങ്ങനെയുണ്ട് ആറ്റിങ്ങലിൻ്റെ ഒരു സ്ഥിതി? ആറ്റിങ്ങൽ പൊതുവെ വ്യത്യസ്തമായ ഒരു ഇതാണ്. BJPക്ക് വലിയ വേരോട്ടം നടത്താൻ പറ്റുന്ന ഒരു മണ്ഡലമല്ല വിതുര പഞ്ചായത്തൊക്കെ നോക്കുകയാണെങ്കിൽ. പൊതുവെ LDFന് വേരോട്ടമുള്ള ഒരു പഞ്ചായത്താണ്. അപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും പലതരത്തിലുള്ള കാഴ്ചപ്പാടുള്ള മണ്ഡലമാണ്. അപ്പം നമുക്ക് രണ്ട് LDFനും UDFനും ഒരുപോലെ സാധ്യത പറയാൻ പറ്റുന്ന ഒരു മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. നല്ല തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുന്നു അല്ലേ? അവിടെയും BJPക്ക് സ്കോപ്പ് കാണുന്നില്ല എന്ന് പറയുന്ന ഈ ഒരു ഓട്ടുണ്ടോ ഇത്തവണ? ആണോ ആദ്യം ഫസ്റ്റ് വോട്ടാണോ അതോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഓ അത് ശരി. ഇത്തവണ ആദ്യ വോട്ട് ലോക്സഭയിലേക്ക്. ഇത്തവണ പേര് ആനന്ദ്. ഇത്തവണ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ പുതിയ വോട്ടറാണ് അല്ലേ? അപ്പോൾ പുതിയ വോട്ടർമാർ, ചെറുപ്പക്കാർ, കുട്ടികളെയൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് യഥാർത്ഥത്തിൽ ഒരു വോട്ട് ചെയ്യുമ്പോൾ? നമ്മൾ ഈ രാജ്യത്തെക്കുറിച്ചുള്ള പലവിധ ആശങ്കകൾ ഈ 2 നേതാക്കളും പങ്കുവച്ചു. അപ്പോൾ ഒരു വോട്ടർ എന്നുള്ള നിലയിലെ മനസ്സിലെ ഒരു സങ്കല്പവും ഇത്തവണ വോട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ കരുതുന്നതും എന്താവും? പൊതുവേ എൻ്റെ ഒരു കാഴ്ചപ്പാടിലും മുൻപ് നടത്തിയ ഭരണത്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഞാൻ ഒരു വിലയിരുത്തുന്നത്. എന്ന് വെച്ചാൽ മോദി സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ. അങ്ങനെ വിലയിരുത്തുമ്പോൾ അതിനകത്ത് വളരെ പോസിറ്റീവായിട്ടാണോ തോന്നുന്നതോ അതോ എതിർക്കപ്പെടേണ്ട ഘടകങ്ങൾ തോന്നാറുണ്ടോ? തീർച്ചയായും എതിർക്കപ്പെടേണ്ട ഘടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മോദി സർക്കാരിന് ഇപ്പം ബദൽ വയ്ക്കാൻ വേറൊരു ഭരണം ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുള്ള ശക്തി കോൺഗ്രസിന് ശോഭമാണല്ലോ സ്ഥിതി. ഉറപ്പായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ അധികാരത്തിൽ വരും. ആനന്ദിന് തോന്നുന്നുണ്ടോ അത്? ഒരുപക്ഷെ ഭരണത്തിൽ വന്നാൽ പോലും മന്ത്രിസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു പോകില്ലെന്ന് എന്ത് ഉറപ്പ് നൽകാൻ കഴിയും? ഒന്നത്. 2, കോൺഗ്രസ്സിന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു അധികാരത്തിലൊരു പ്രധാനമന്ത്രിയൊക്കെ ആകാൻ കഴിയുന്നത്ര സീറ്റുകളിൽ വിജയിക്കാനാവും രാജ്യത്തെന്ന് ആനന്ദിന് എത്രമാത്രം തോന്നുന്നുണ്ട്? ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ്സിന് അങ്ങനെ BJP അട്ടിമറിച്ചുകൊണ്ട് വരാൻ സാധിക്കുമെന്ന് കരുതുന്നില്ല. വോട്ടുണ്ടോ ഇത്തവണ? ആനന്ദ് പറഞ്ഞതിനോട് ചേർത്ത് എന്താ പറയുക? ആനന്ദിന്റെ വാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണോ? ആണ്. എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്? കാഴ്ചപ്പാടിൽ LDF തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് എപ്പോഴും. അതുകൊണ്ട് LDF മുന്നിൽ നിൽക്കുന്നു. കേരളത്തിലെ ഒരു സ്ഥിതി വെച്ചിട്ടാണോ പറയണേ? എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്? വോട്ടുണ്ടോ? ഇത്തവണ വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ടറായോ? ആയി. ശരി. അപ്പം LDFനാണ് കാഴ്ചപ്പാടുകളിൽ ഒരു പരിഗണന കൊടുക്കുന്നതെന്ന് പറയുന്നു. അതിന് അങ്ങനെ തോന്നിയ, സിമ്പിളായിട്ട് മനസ്സിലേക്ക് വന്ന, വളരെ ഫാസ്റ്റായി തോന്നിയ റീസൺസ് എന്താണ്? നമ്മുടെ നാടിന്റെ വികസനങ്ങൾ തന്നെയാണ്. ഇപ്പൊ തന്നെ തിരുവനന്തപുരത്ത് ഓരോ പരിപാടിക്ക് LDF തന്നെയാണ് മുന്നിൽ നിന്ന് ഓരോന്ന് നടത്തി കൊടുക്കുന്നത്.
അതിൻ്റെ കാഴ്ചപ്പാടി വെച്ച് തന്നെയാണ് പറയുന്നത്. ഓക്കെ, സിംജു ആ പോയിന്റിലൊന്ന് പിടിച്ചിട്ട് രണ്ട് വർത്താനം പറഞ്ഞ് ആനന്ദ് പറഞ്ഞു കേട്ടില്ലേ? ആനന്ദ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മുന്നണിക്ക് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ്റിന്, ഒരു എന്താ പറയണ്ടേ, സഖ്യകക്ഷികൾ ചേർന്നുള്ളൊരു ഗവൺമെൻറ്റിന് ഇന്ത്യയിൽ അത്തരത്തിലൊരു പ്രസക്തി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം 2004 2009 2004 2009 കോൺഗ്രസ് ഒറ്റയ്ക്കല്ല അധികാരത്തിൽ വന്നത്. ഇത്തരത്തിലുള്ള വിവിധ പ്രാദേശിക കക്ഷികൾ, അതായത് ഒരു ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയ നമുക്ക് അത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ സക്സസ് ആയി നമുക്ക് നല്ല വാലിഡ് റീസൺ ആണ്, നല്ലൊരു ഉദാഹരണമാണ് വെച്ചത്. പക്ഷേ ഒരു പ്രശ്നം സിംജു അതിനകത്തുള്ളത്, ഞാൻ അക്ഷയിലേക്ക് കൂടിയാണ് വരുന്നത്. അതായത് 2004 നമ്മൾ ഉദാഹരിക്കുന്നതെങ്കിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ വന്നു. അന്ന് കോൺഗ്രസ് UPA എന്ന് പറയുന്ന മുന്നണിയാണ്, കോൺഗ്രസിൻ്റെ മുന്നണിയാണ്. ഇന്ന് കോൺഗ്രസിൻ്റെ മുന്നണിയില്ല, പകരം ഇന്ത്യ എന്ന മുന്നണിയാണ്. അന്ന് കോൺഗ്രസിനോടൊപ്പം സഹകരിക്കാതിരുന്ന ആ മുന്നണിയുടെ ഭാഗമാകാത്തവരും ഇന്ന് ഈ മുന്നണിയുടെ ഭാഗമാണ്. ഒന്ന്. രണ്ടാമത്തത്, 2004 തെരഞ്ഞെടുപ്പിൽ അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുമ്പോൾ ഇടതു പാർട്ടികളടക്കം പിന്തുണച്ചു. പൊതു മിനിമം പരിപാടി ഉണ്ടായിരുന്നു. ആ പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ പോയ സർക്കാർ മികച്ച സർക്കാരായി പോയി. അതുകൊണ്ട് തന്നെ തുടർഭരണത്തിൽ വന്നു. തുടർഭരണത്തിൽ വന്നപ്പോൾ മൻമോഹൻ സിംഗ് രാജ്യം ഏറ്റവും അധികം പഴികേട്ട അഴിമതി സർക്കാരായി മാറി. മോദി സർക്കാരിൻ്റെ വരവിന് വഴിയൊരുക്കിയത് രണ്ടാം മൻമോഹൻ സിംഗ് സർക്കാരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പ്രധാനപ്പെട്ടത്, ഇപ്പോൾ 2004 മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരൊറ്റ കോൺഗ്രസ് MP പോലും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്നുണ്ടായിരുന്ന എല്ലാം ഇടതുപക്ഷ MP മാരായിരുന്നു. ആ സർക്കാർ സ്റ്റേബിളായി 5 വർഷം പൂർത്തീകരിച്ചു. എന്ന് വെച്ചാൽ അക്ഷയ്, കേരളത്തിൽ നിന്ന് കോൺഗ്രസ് MP മാരെ തിരഞ്ഞെടുത്തു വിട്ടാലേ രാജ്യത്ത് ഒരു BJP ഇതര ദേശീയ സർക്കാർ ഉണ്ടാവുകയുള്ളൂ എന്ന് കേരളം കരുതേണ്ടതുണ്ടോ? സിംജോയുടെ വാദം ആ നിലയിൽ താങ്കൾ എടുക്കുമോ? ഒരിക്കലുമില്ല. ഒരിക്കലും അത് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നതല്ല. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ കഴിഞ്ഞ കർണാടക സർക്കാരിൻ്റെ കാലമായിക്കോട്ടെ, രാജസ്ഥാനിലെ വിഷയമായിക്കോട്ടെ, എന്തിനേറെ പറയുന്നു ഹിമാചൽ പ്രദേശിലെ ഇപ്പോഴത്തെ രാജ്യസഭ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിക്കോട്ടെ, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിയാണ് രാജ്യസഭയിലേക്ക് അയക്കപ്പെടേണ്ടത്. എന്നാൽ കോൺഗ്രസിൻ്റെ പ്രതിനിധി അയക്കപ്പെടേണ്ട സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ നിന്ന് BJPയുടെ ഒരു സ്ഥാനാർത്ഥി MP ആയി പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി. ആ നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. ആ നിലയിലാണ് ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ അവർ BJP ആണ്. അതിലൊരു രസകരമായ കമൻറ്റ്, ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഇടപെടുകയില്ല. മനു അഭിഷേക് സിംഗ്വി പറഞ്ഞൊരു കാര്യമുണ്ട്. മനു അഭിഷേക് സിംഗ്വിയും സ്പോക്സ് പേഴ്സൺ ആണ്, വലിയ സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, തലേന്ന് രാത്രിയും ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞ് രാവിലെ വോട്ട് ചെയ്യാൻ പോയ ആളുകൾ മാറി BJPക്ക് വോട്ട് ചെയ്തു. രാവിലെ പ്രഭാത ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിച്ചവർ പോലും കാലുമാറി അപ്പുറത്ത് പോയി വോട്ട് ചെയ്ത ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ കാലം യഥാർത്ഥത്തിൽ രാജ്യത്ത് നിൽക്കുന്നു എന്നത് നേരത്തെ പറഞ്ഞൊരു പ്രധാന കാര്യമാണ്. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഒരു BJP ഇതര സർക്കാർ ഉണ്ടാവണമെങ്കിൽ അക്ഷയ് വേണ്ടേ? തീർച്ചയായും അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഇന്ത്യ മുന്നണിയെ പിന്തുണയ്ക്കുന്നത്. കാരണം അതിനുള്ള കാരണമെന്ന് പറയുന്നത് ഈ രാജ്യം മതനിരപേക്ഷ ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ കക്ഷികളെയും, അത് ആരൊക്കെ ആയിക്കോട്ടെ, ആ മുഴുവൻ കക്ഷികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ ആശയം, ഇന്ത്യ എന്ന ആശയം നിലനിർത്താൻ വേണ്ടി, അത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നമുക്ക് ഏത് നിലയിൽ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ ആ നിലയിലൊക്കെ പിന്തുണ നൽകി നിലപാട്. സിംജു, അവിടെയാണ് വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി അടക്കം BJPയുമായി നേർക്കുനേർ മത്സരിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിലോ സംസ്ഥാനങ്ങളിലോ അല്ലേ മത്സരിക്കേണ്ടത്? ഇടതുപക്ഷവുമായി മത്സരിക്കേണ്ടി വരുന്ന വയനാട്ടിലേക്ക് വന്ന് രാഹുൽ ഗാന്ധി എന്തിനു മത്സരിക്കണം? അപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നതിൻ്റെ പർപ്പസിനെ, ലക്ഷ്യത്തെ തന്നെ കോൺഗ്രസ് ഇല്ലായ്മ ചെയ്യും വിധം വീണ്ടും വയനാട്ടിൽ മത്സരിക്കുന്നു. ആ വിമർശനം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും കോൺഗ്രസും. ബംഗാളിലെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി മുർഷിദാബാദിൽ മത്സരിക്കുന്ന ആളോട് കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ സമീപനത്തെപ്പറ്റി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ സ്ഥാനാർത്ഥിയാകൂ, അല്ലെങ്കിൽ ഒരു പൊതു സ്ഥാനാർത്ഥിയായി ഞാൻ അവതരിക്കൂ എന്ന് പറയുന്ന CPIMൻ്റെ ബംഗാളിലെ സംസ്ഥാന സെക്രട്ടറിയോട് ഈ നിലപാട് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ മനു അഭിഷേക് സിംഗ്വിയുമായി ബന്ധപ്പെട്ട് ഹിമാചൽ പ്രദേശിലുണ്ടായ ക്രോസ് വോട്ട് നമ്മുടെ ജനാധിപത്യത്തെ കമ്പോളവൽക്കരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കുതിര കച്ചവടം നടത്തി എല്ലാ അന്വേഷണ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് BJP ഇന്ത്യയുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംവിധാനമാണ് ഇന്ന് രാജ്യത്തുള്ളത്. ഞാൻ പറയുന്നത് ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിൽ നിന്ന് ക്രോസ് വോട്ട് ചെയ്തു എന്ന് പറയുന്ന ആവേശം ഇവിടെ കർണാടകയിലും ഒരു അതൊരു രാഷ്ട്രീയ ഞാൻ പറയുന്നത് അതിനെ കൂടുതൽ പ്രചരിപ്പിക്കുകയും, ഞാൻ പറയുന്നത് ജനാധിപത്യത്തിൽ
കോൺഗ്രസിൽ നിന്ന് ഒരാൾ BJP-യിലേക്ക് പോകുമ്പോൾ എത്ര ആവേശത്തോടെ അതിനെ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനു അഭിഷേക് സിംഗ്വി ഹിമാചലിൽ ക്രോസ് വോട്ടിലൂടെ പരാജയപ്പെടുന്ന അതേ സമയം തന്നെ അജയ് മാക്കൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് കർണാടകയിൽ BJP-യിൽ നിന്ന് ക്രോസ് വോട്ട് ചെയ്ത് വിജയിക്കുന്ന ഒരു സാഹചര്യം കൂടെ കർണാടകയിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. ഇവിടെ കേരളത്തിലെ LDF മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി MLA ആയിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ അയോധ്യയിൽ നിന്നും കൊണ്ടുവരുന്ന അക്ഷത സ്വീകരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയന്റെ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവർ NDA-യുടെ ഭാഗമായ NCP-യിലും അതോടൊപ്പം തന്നെ ജനതാദളിൽ നിൽക്കുന്ന ആളുകളാണ്. അതിലും വലിയ പാർട്ടിയായിട്ടുള്ള അത് JDS-നെ വിടാം. JDS പറയുന്നത് കേരളത്തിനകത്ത് അവരൊരു നിലപാട് സ്വീകരിച്ചു. ദേശീയ നിലപാട്, അവരാണ് യഥാർത്ഥ ദേശീയ നേതൃത്വം എന്ന് പറഞ്ഞുകൊണ്ട് അവർ രാഷ്ട്രീയമായി ഫൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പക്ഷേ അതൊന്നും അല്ലല്ലോ കോൺഗ്രസ് ദേശീയ വിഷയത്തിൽ പോലും ഉത്തരേന്ത്യക്കനുസരിച്ച് ഉത്തരേന്ത്യയിലെ മൃദു ഹിന്ദുത്വത്തിനും BJP-യുടെ ഹിന്ദുത്വവാദത്തിനും അനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ നിൽക്കുന്നു. ഇവിടെ വരുമ്പോൾ പല വിധത്തിലെ പ്രതിബന്ധങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നേരത്തെ പറഞ്ഞ പ്രാണപ്രതിഷ്ഠ തീരുമാനമൊക്കെ എടുക്കാൻ കഴിയാതെ വളരെ സോണിയാഗാന്ധി പറഞ്ഞത് ആദ്യം സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോകുമെന്നാണ് പറഞ്ഞത്. ക്യാമ്പസിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, നിങ്ങൾ വളരെ ഗംഭീരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ നടന്ന് പുറകിലേക്ക് എത്തിയപ്പോൾ ഉണ്ടല്ലോ, പക്ക ക്ലാസ് റൂം തന്നെ, പുറകിലൊരു വിദ്വാൻ ഗംഭീരമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ നോട്ട് എഴുതുകയാണ്, ഈ രാഷ്ട്രീയം ഭയങ്കര ഗംഭീരമായി. നോക്കിയപ്പോൾ ആൾ പടം വരയ്ക്കുകയാണ് ഇവിടെ ഇരുന്നത്. വന്ന് നോക്കിയപ്പോൾ നല്ല പരിചയം. ഞാൻ പരിചയത്തിൽ നിന്ന് ഇങ്ങനെ നോക്കിയപ്പം ഇവിടെ നിന്ന് നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് മെനക്കെട്ട് നിൽക്കുന്ന എൻ്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആശാൻ. പേരെന്താ? മുനിയർ. ഇനി എന്താ തീർക്കാനുള്ളത്? ഇതിൽ ഫുള്ള് സെറ്റ് ചെയ്ത് എടുക്കണം. ഇനി കാരിക്കേച്ചറാണോ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്? അല്ല, ഫേസ് പോർട്രേറ്റ്. ബാഗിലെ ബുക്കിലുണ്ടോ? BA ഹിന്ദി സെക്കൻഡ് ഇയർ. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സമയത്ത് വരയ്ക്കാറുണ്ടോ? എത്ര സാറുമാരുടെ പടം വരച്ചിട്ടുണ്ട്? അല്ല, സാറ് ഒരു സാറിന് മാത്രം വരച്ചത്. ഓക്കെ, നോക്കട്ടെ. ക്ലാസ്സിലിരുന്ന് വരച്ച പടം. കാര്യമായി ആളുകളെ ഒബ്സർവ് ചെയ്ത് പോർട്രേ ചെയ്യുകയാണ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട താല്പര്യം അല്ലേ? എങ്ങനെയാണ് അതിന് ആളുകളെ മനസ്സിലെടുക്കുന്നത്? എങ്ങനെയാണ് ഒരു താല്പര്യം എന്ന് പറയുമ്പോൾ സ്റ്റില്ലായിട്ടിരിക്കുന്ന ആളുകൾ. ഇത് ക്ലാസ് ഫ്രണ്ടാണ് അല്ലേ? ഫ്രണ്ടിൻ്റെ യൂണിവേഴ്സിറ്റി കോളേജ് ഉണ്ടോ? യൂണിവേഴ്സിറ്റി കോളേജ് ക്യാമ്പസിൽ വെച്ച് വരച്ച പടങ്ങളാണ് എല്ലാം അല്ലേ? ഫ്രണ്ട്സിനെയാണ് കാര്യമായി പിടികൂടിയിരിക്കുന്നത് അല്ലേ? യെസ്, നൈസ്. എങ്ങനെയാണ് ഇതിലേക്ക് ഒരാളുടെ ചിത്രം വരയ്ക്കാൻ മനസ്സിലേക്ക് എടുക്കുന്നത്? എങ്ങനെയാണ് ആ പ്രോസസ്സ് ഒന്ന് പറയാമോ? ആദ്യം ഔട്ട്ലൈൻ വരച്ചിട്ട് അതിൽ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഫീച്ചർ ഹൈലൈറ്റ് ആയിട്ടിരിക്കുമല്ലോ കാരിക്കേച്ചറിൽ, അതുപോലെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്ന ഫീച്ചറിനെ ആദ്യം വരയ്ക്കും. ആ ഫീച്ചറിൻ്റെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ലെങ്ത് എടുത്ത് മെഷർമെൻറ്റ് വെച്ച് വേറെ എല്ലാം വരയ്ക്കും. ഓക്കെ, ഇലക്ഷൻ കാലമല്ലേ? ഇലക്ഷൻ കാലത്തിൽ വരയ്ക്കാൻ തോന്നിയ കാൻഡിഡേറ്റ്സിൻ്റെ മുഖമുണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? നിഷ്പക്ഷനാണ്. നിഷ്പക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു മുഖം വരയ്ക്കാൻ പറ്റില്ലല്ലോ. നിഷ്പക്ഷം എന്ന് പറയുന്നതിൽ തന്നെ ഒരു കാപട്ടിയില്ലേ? നമ്മൾ ജീവിക്കുന്ന കാലത്തെ പ്രശ്നങ്ങളോട് നമുക്ക് നിലപാടെടുക്കേണ്ടി വരും. ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു നിലപാട് എടുക്കേണ്ടി വരില്ലേ? അല്ല, നമ്മൾ സ്ഥാനാർത്ഥികളെ നയവും അവരുടെ നിലപാടും പോളിസിയും എല്ലാം നോക്കിയിട്ടാണ് വോട്ട് ചെയ്യാറ്. അല്ല, അപ്പോൾ പിന്നെ നിഷ്പക്ഷൻ എന്ന് പറഞ്ഞത് മാറിയില്ലേ? നമ്മളൊരു തീരുമാനം അവസാന ദിവസം വരെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, മുനീറിന് വോട്ടുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇത്തവണ പ്രയോറിറ്റി എന്താണ്? പ്രയോറിറ്റി, ഒരു വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ മുനീറിനെ സംബന്ധിച്ച് എന്താണ്? മെയിനായിട്ടും നോക്കുന്നതെന്ന് പറയുമ്പം എക്കോണമിയാണ്. രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ. ഓക്കെ, അത് ഒരു യങ് വോട്ടർ എന്ന നിലയിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ പോസിറ്റീവാണോ അതോ അതിൽ കൺസേൺ ഉണ്ടോ? ഇന്ത്യ വളരുന്ന രാജ്യമല്ലേ, അപ്പോൾ എന്തായാലും പോസിറ്റീവായിട്ട് ഇരിക്കണമല്ലോ. ആണോ? പോസിറ്റീവ് ആണോ? അല്ലെങ്കിലല്ലേ അതിലൊരു അതിശയം ആവശ്യമുള്ളൂ. ഓക്കെ, അതിലെന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ? നാട്ടിലെ പട്ടിണി, ദാരിദ്ര്യം, ഉത്തരേന്ത്യൻ ജീവിത സാഹചര്യം, ഒരു പെയിൻറ്റർ അല്ല ഒരു ചിത്രം വരയ്ക്കുന്ന ഒരാളെന്നുള്ളതിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മനുഷ്യരെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെയൊക്കെ ഇന്ത്യൻ ഗ്രാമീണ ജീവിതം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ? അതൊക്കെ വളരെ സുരക്ഷിതവും സുഭദ്രവുമാണോ? മികച്ചതാണോ?
ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യമല്ലേ, അപ്പം അതിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ വ്യത്യസ്തത കാണുമല്ലോ. അപ്പം അതനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ത്യനെ ഒട്ടുമിക്ക ഒന്നായിട്ട് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ വൈവിധ്യങ്ങൾ തന്നെയല്ലേ ഈ രാജ്യത്തെ നിലനിർത്തുന്നേ, അല്ലേ? അതല്ലേ ജനാധിപത്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു വോട്ടർ എന്ന നിലയിൽ മുനീറിൻ്റെ പ്രയോറിറ്റിയാണോ? പ്രയോറിറ്റിയാണ്. ആണോ? എല്ലാവരുടെയും പ്രയോറിറ്റി അതാണല്ലോ. അതാണോ ഫസ്റ്റ് പ്രയോറിറ്റി വരിക? അല്ല, രാജ്യം നിലനിൽക്കണമെങ്കിൽ ഇത് ആവശ്യമാണല്ലോ എല്ലാം. യെസ്. നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്ന ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെ വിലയിരുത്തിയായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുക. പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ഇപ്പം മോദി ആയതുകൊണ്ട് മോദി ഗവൺമെന്റിന്റെ വിലയിരുത്താൻ പറ്റും. യെസ്, ഒരു വിലയിരുത്തൽ കാര്യമായിട്ട് സംഭവിക്കും അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടോ? അതെ. റൈറ്റ്. എൻ്റെ പടത്തിലേക്ക് തിരിച്ചു പോവാ. അപ്പോൾ അത് ഫിനിഷ് ചെയ്യും അല്ലേ? ഫിനിഷ് ചെയ്തിട്ട് അത് മേടിച്ചുകൊണ്ടാണോ എനിക്ക് പോകാൻ? മുമ്പ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. 2004 ഉദാഹരിച്ചു സിംജോ. 2004 കേരള അനുഭവം ഞാൻ സൂചിപ്പിച്ചു. അതുപോലെ തന്നെ അന്ന് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന പശ്ചാത്തലം സൂചിപ്പിച്ചു. അങ്ങനൊരു അന്തരീക്ഷമുണ്ട്. കോൺഗ്രസ് അതിലൊരു പ്രധാനപ്പെട്ട ഭാഗമാകുമ്പോൾ തന്നെ കോൺഗ്രസ് മാത്രമാകുന്നില്ല ഒരു ബദൽ സർക്കാർ എന്ന് പറയുന്നത്. അതിലെല്ലാ പാർട്ടികൾക്കും വലിയ പങ്കാളിത്തമുണ്ട്. കേരളത്തിലെ ഇടതുപക്ഷത്തിന് പങ്കാളിത്തമുണ്ട്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് എം പിമാരില്ലെങ്കിലും രാജ്യത്തൊരു നല്ല സർക്കാർ വരുമെന്ന് 2004 തെളിയിച്ചിട്ടുണ്ട്. അതും യഥാർത്ഥത്തിൽ ഈ 2024 മുമ്പിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമല്ലേ സിംജോ? 2004 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൻ്റെ ഒരു പിന്തുടർച്ചയായി 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ അധികാരത്തോടു കൂടിയ UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നിന്ന് UDFൻ്റെ 16 MP തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ 2009 പോലെ കൂടുതൽ MP അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പാലക്കാട് കേവലം 790 വോട്ടിനോ മറ്റോ ആണ് പരാജയപ്പെട്ടു പോകുന്നത്. അപ്പം 16 UDF MP 2009 വിജയിപ്പിക്കുവാനും കേരളത്തിലെ ജനങ്ങൾ മുൻകൈ എടുത്തിട്ടുണ്ട്. 2004 കോൺഗ്രസിൻ്റെ MP ഇല്ലാത്തതുകൊണ്ട് എന്തോ ന്യൂനതകൾ കേരളത്തിന് സംഭവിച്ചു എന്ന തോന്നലാണ്. 2004 ഏറ്റവും നല്ല സർക്കാരായിരുന്നു. കോൺഗ്രസ് MP സപ്പോർട്ടില്ല, നല്ല നിലയ്ക്കൊരു കേന്ദ്ര സർക്കാർ. പക്ഷേ 2009 കോൺഗ്രസ് MP അവിടെ പോയി. മൻമോഹൻ സിംഗ് സർക്കാർ വഷളായി. 2014 മോദി സർക്കാരിൻ്റെ വരവിനത് വഴിവെക്കുകയും ചെയ്തു. 2009 സർക്കാരുമായി ബന്ധപ്പെട്ട് അഴിമതി കഥകൾ നിരവധി ഉണ്ടായി. അത്തരത്തിലൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം, അതായത് BJPക്ക് ഡൽഹി പൊളിറ്റിക്സിലേക്ക് എൻ്റർ ചെയ്യാനുള്ളൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തതിൽ BJPയുടെ പിന്നിലുള്ള സോഷ്യൽ മീഡിയ ടീമുകളും ഇന്ന് നമ്മൾ പറയുന്ന ചില മുഖ്യമന്ത്രിമാരടക്കമുള്ള ആളുകൾക്ക് കോൺഗ്രസിനെ മോശക്കാരാക്കി കാണിച്ചുകൊണ്ട് ഡൽഹിയിലെ ഭരണത്തിനെ വളരെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു പ്രതീതി സൃഷ്ടിച്ച് കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്ന വഴി കോൺഗ്രസിനെ ചിത്രീകരിക്കാനാണ് ആ ശ്രമം നടന്നത്. ഈ ഇഷ്യൂവിൽ അക്ഷയുടെ പോയിന്റ് എന്താണ്? 2004 UPA ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഏകദേശം 66ഓളം വരുന്ന MP ഇടതുപക്ഷത്തിൻ്റേതായിട്ട് ഈ ലോക്സഭയിലുണ്ടായിരുന്നു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഇടതുപക്ഷമാണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഇടതുപക്ഷമാണ്. മുമ്പോട്ട് വെക്കുന്ന ആശയം അത് നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UPA ഗവൺമെൻറ്റിനോട് വളരെയധികം ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അത് നടപ്പിലാക്കണമെന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ആ നിലയിൽ ഒന്നാം UPA ഗവൺമെൻറ്റിനെ ഏറ്റവും നല്ല മികച്ച ഒരു ഗവൺമെൻറ്റാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നയരൂപീകരണം നടത്തുന്നതിനകത്ത് ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ട്. എന്നാൽ രണ്ടാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് എന്താ, നിങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചു എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു. ശരി, എന്നിട്ടെന്താ ഉണ്ടായത്? നിങ്ങൾക്ക് നടത്താൻ കഴിയാവുന്ന എല്ലാ അഴിമതികളും നിങ്ങൾ നടത്തി. അത് പുറത്തു വന്നു. അത് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പിന്നീട് BJP അധികാരത്തിലേക്ക് കയറുന്നത്. അപ്പോൾ ആ നിലയിൽ BJP അധികാരത്തിൽ ഏറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തിനകത്ത് കൊണ്ടുവരുന്നതിനകത്ത് കോൺഗ്രസിന് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. നിങ്ങളോട് ചില ചോദ്യം എന്താണ് പറയാനുള്ളത്? കേൾക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് യാതൊരു പാർട്ടിയെയും പിന്തുണയ്ക്കുന്നില്ല. കാരണം എനിക്കിപ്പോൾ 22 വയസ്സായി. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലോളം കണ്ട ഇലക്ഷൻ എന്നുവെച്ചാൽ എപ്പം മുതലാണ് രാജ്യത്തിൻ്റെ പ്രോഗ്രസ് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി, ഞാനത് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴത്തേനും യാതൊരു പാർട്ടിയോടും ഒരു തരത്തിലുള്ള മമത ഇല്ലാതായി. ഭയങ്കര ഹോപ്പ്ലെസ് ആണ്.
പക്ഷേ നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധാനം ചെയ്ത് അല്ലെങ്കിൽ മുന്നണികൾ പ്രതിനിധാനം ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യുക എങ്കിൽ മാത്രമല്ലേ ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഹോപ്പ്ലെസ് ആയിട്ട് അങ്ങനെ പോയാൽ ഈ രാജ്യം തന്നെ ഹോപ്പ്ലെസ് ആയ ഒരു അവസ്ഥയിലേക്ക് പോവില്ലേ? നമ്മൾക്ക് ജനാധിപത്യം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആ ജനാധിപത്യത്തിൻ്റെ ഭാഗമാകണ്ടേ? നമ്മൾ വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണമെങ്കിൽ പാർട്ടികൾ അവരുടെ നയങ്ങൾ, രാഷ്ട്രീയം ഇത് വിലയിരുത്തണ്ടേ? അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതൊരു അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നത് നല്ലതാണോ? മാറി നിൽക്കുന്നു എന്നല്ല പറയുന്നത്. ഇത് ഇവരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് നമ്മളൊരു മാറി നിന്നുകൊണ്ട് തന്നെ വീക്ഷിക്കുകയാണ് ഇവരുടെ ഭരണത്തെ. രാജ്യത്തിൻ്റെ ഒരു സർക്കാർ വരാൻ പോകുന്നു. രാജ്യം എങ്ങനെയാവണം, രാജ്യം എങ്ങനെ നിൽക്കണം, രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയുടെ വകയുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, രാജ്യം ആര് ഭരിക്കണം എന്നതിൽ നമ്മൾക്കൊരു താല്പര്യം വേണ്ടേ? ആശങ്കയുണ്ട് തീർച്ചയായിട്ടും. ലോക്സഭാ ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം ആശങ്കയുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം ഇപ്പോൾ മണിപ്പൂരിൽ നടന്ന ഇഷ്യൂ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ഇപ്പോൾ BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് അതുപോലെ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. എനിക്കൊക്കെ നല്ല പേടിയുണ്ട്. കാരണം ഇനി വഴിയിലിറങ്ങി നടക്കാൻ പറ്റുമെന്ന് തന്നെ നല്ല പേടിയുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, കോൺഗ്രസ്സിന് ലോകസഭയിൽ അധികാരത്തിൽ വരുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മാറി ചിന്തിച്ചൂടെ? പക്ഷേ ഈ BJPയുടെ ഈ ഒരു എന്നുവെച്ചാൽ അവരിപ്പോൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് അതിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഡൗട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ മതം എന്നത് മറ്റൊരു കാലത്തും ഇല്ലാത്ത വണ്ണമുള്ളൊരു രാഷ്ട്രീയത്തിലായാലും നമ്മുടെ ചിന്തയിലേക്കായാലും അവൻ്റെ മതമെന്ത്, എൻ്റെ മതമെന്ത് എന്ന നിലയിലേക്ക് ഒരു തിങ്കിങ് വർദ്ധിക്കുകയും മനുഷ്യനെ അകറ്റുകയും ചെയ്യുന്ന നിലയിലേക്കുള്ളൊരു ഒരു അന്തരീക്ഷം രാജ്യത്ത് വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും വന്നിട്ടുണ്ട്. കാര്യം ആദ്യമേ ഈ ഒരു ഇലക്ഷൻ വന്ന സമയത്ത് തന്നെ കൂടുതലായിട്ടും ശബരിമലയുടെ ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ തന്നെ മതം എന്നുള്ള കാര്യം ഓൾറെഡി എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാബറി മസ്ജിദ് പൊളിച്ചിട്ട് അയോധ്യ ക്ഷേത്രം പണിതു. അങ്ങനെ വന്നപ്പോഴത്തേനും മതത്തിനേക്ക് ആൾക്കാർ കൂടുതൽ എംഫസൈസ് കൊടുക്കാൻ തുടങ്ങി. കാര്യം ഇതിന് മുൻപായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് ഈ മതത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ ഇതിൽ സെക്യുലാരിസം എന്ന് പറയുന്നുണ്ടെങ്കിൽ മതത്തിൽ നിന്ന് സർക്കാർ വിഭിന്നമായിട്ട് നിൽക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിപ്പോൾ മതത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ്, എലക്ഷന് നമ്മളൊരു പ്രചാരണത്തിന് പറ്റിയ ഒരു ഇതായിട്ട് തുറുപ്പ് ചീട്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മതമാണ്. അപ്പോൾ കുറേ മതത്തിൽ വിശ്വസിക്കുന്നവർ അതിൽ കയറി പിടിക്കും. അപ്പോൾ ശരിക്കും അതൊരു വലിയ പ്രശ്നമായിട്ട് വരുന്നുണ്ട്. ഒരിക്കലും രഞ്ജു, ഞാൻ ഫസ്റ്റ് MA ഫിലോസഫി. ഇതിൻ്റെ പേര് ഹോപ്പ്ലെസ് ആകുക എന്നുള്ളതല്ല, കൃത്യമായ ബോധ്യത്തോടെ നമ്മൾ പ്രശ്നങ്ങളോട് ആദ്യം പറഞ്ഞ വാചകത്തിലാണ് ഞാൻ പിടിച്ചത്. ഹോപ്പ്ലെസ് ആവാതെ ജനാധിപത്യത്തെ മുറുകെ പിടിച്ച് ഭരണഘടനയെ മുറുകെ പിടിച്ച് നമ്മൾ മുന്നോട്ട്. തമിഴ്നാട് ഭരിക്കുന്ന DMK പാർട്ടി അങ്ങനത്തെ ഒരു പാർട്ടി, കാരണം അവരെല്ലാം ഈ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. എല്ലാ തരത്തിലുള്ള സർക്കാരുകളും ഭരിക്കുന്ന നല്ല സർക്കാരുകളെന്ന് വിചാരിക്കുന്ന സർക്കാരുകളുടെ ഭാഗമായ പാർട്ടികളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, സ്റ്റാലിൻ എന്ന് പറയുന്ന മന്ത്രി എടുത്ത ഒരുപാട് കാര്യങ്ങളുടെ ഇത് വെച്ച് നോക്കുമ്പോൾ അതൊരു സൂചനയാണ്. അതായത് നമ്മളൊരു പ്രതിപക്ഷ ബദൽ എന്ന് പറയുന്നതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒറ്റ പ്രതീക്ഷയിലേക്കല്ല പുതിയ വോട്ടർമാർ കാണുന്നത്. അതേസമയം മുമ്പ് പറഞ്ഞല്ല, സംസ്ഥാനങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടികൾ, അവരുടെ മുന്നണികൾ, അതിനോടുള്ള ഒരു വലിയ താല്പര്യം, ഒരു ബദൽ എന്നതിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ചതിൻ്റെ തുടർച്ച മാത്രം മതം, വർഗീയത, ഇത് ഏറ്റവും നമ്മുടെ ഒരു കേരളീയ സമൂഹം അറിയാമല്ലോ, നമ്മൾ ചുറ്റും നിൽക്കുന്ന ആളിൻ്റെ മതമോ ജാതിയോ ഒന്നും നോക്കിയല്ല നമ്മൾ തോളത്ത് കൈയിട്ട് അത്ര സൗഹാർദ്ദത്തോടെ കഴിയുന്ന നാട്ടിലേക്ക് പോലും നമ്മുടെയൊക്കെ ഇടയിലേക്ക് ഇതൊക്കെ കടന്നു വരുന്നുണ്ടോ? അത് ആശങ്കാജനകമായ ഒരു തോന്നലുണ്ടോ? ഈ സംസാരിച്ചതിൻ്റെ തുടർച്ചയിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ പ്രധാനമായിട്ട് കണ്ടിരുന്നത്, അതായത് BJP സർക്കാർ കയറി ആദ്യത്തെ കുറേ കാലമൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞ് കണ്ടുവരുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ മതം, വർഗീയത ഒരു വലിയൊരു പ്രശ്നമായിട്ട് വരുന്നൊരു സംഭവമുണ്ട്. അത് പല വിഷയങ്ങളിൽ. കേരളം, ഈ സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത് അങ്ങനെ വേർതിരിച്ച് പറയാനുള്ളതല്ല. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് ആ നിലയിലൊരു മുന്നേറ്റം കിട്ടിയിട്ടില്ല. ആ ഒരു മതം എന്ന് പറയുന്നത് ഭയങ്കര ആഴത്തിൽ വേരോടിയിട്ടില്ല ഇവിടെ. BJPയുടെ ഒരു തന്ത്രങ്ങൾ, അവർ പൊളിറ്റിക്കൽ, എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അതായത് അവരുടെ ഒരു പൊളിറ്റിക്കൽ വെപ്പൺസിലൊന്ന് ഈ മതമാണ്. ഈ വർഗീയത പറഞ്ഞ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ നല്ല തീവ്രമായിട്ട് നിൽക്കുക. അപ്പം എനിക്ക് തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് നോർത്ത് ഇന്ത്യയിലുള്ള. അവരുടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്ന കേസ്, ഓക്കെ, കോൺസെപ്റ്റ്, ആ ഒരു
മതം പറഞ്ഞിട്ടാണ് അവിടെ പൊളിറ്റിക്കൽ സംസാരിക്കുന്നതല്ലേ? നമ്മളോട് സംസാരിക്കുന്നത് ഒരു മല്ലു ബോയ് എന്ന നിലയിൽ അവര് എങ്ങനെയാണ് പിന്നെ കൺസിഡർ ചെയ്യുന്നത്? ഈ കേരളത്തെ കുറിച്ച് വല്ലാത്ത തെറ്റിദ്ധാരണകൾ അവർക്കില്ലേ? ഒരുപാടുണ്ട്. സംസാരിക്കുമ്പോൾ അനുഭവപ്പെട്ടത് എന്താണ്? ഒരു മലയാളി എന്നുള്ളതിൽ നമുക്കറിയാം നമ്മുടെ നാടിനെ കുറിച്ച്, അതിൽ നമുക്ക് വലിയ അഭിമാന ബോധമുണ്ട്. പക്ഷേ ഈ വടക്കേന്ത്യയിലിരിക്കുന്ന സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ എന്താണ് കേരളത്തെക്കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത്? കേരളത്തെക്കുറിച്ച് അവർ ജനറലി പറയുന്നത് കേരളം നല്ല സ്ഥലമാണ്, താമസിക്കാനൊക്കെ കൊള്ളാം, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്കൊരു നല്ലൊരു സൊസൈറ്റി കേരളത്തിലുണ്ട്. പക്ഷേ അവർ പറയുന്ന മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളൊന്ന് ഇവിടുത്തെ പൊളിറ്റിക്സ് പലപ്പോഴും അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങൾ വരാറുണ്ട്. നമ്മൾ മതത്തെയും അത്തരം ചിന്തകളെയും വലിയൊരു അളവിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രദ്ധിക്കുന്നവരാണ്. കുറെ കൂടി സെക്യുലറായി കാര്യങ്ങളെ കാണാൻ. അത് തന്നെയാണ് ഏട്ടാ. എനിക്കിപ്പോൾ ഇത്തവണ വോട്ടുണ്ടോ? ഇത്തവണ വോട്ടുണ്ട്. പക്ഷേ പോകുന്നോ? ഞാനൊരു ഇടതുപക്ഷ അനുഭാവിയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഇവിടോട്ട് വരുമ്പോൾ പിടിച്ച് മതത്തെ തടഞ്ഞു നിർത്താൻ ഇടതുപക്ഷ സർക്കാരുകളും ഇടതുപക്ഷ സംഘടനകളും മാത്രമേ ശ്രമിക്കുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ടറാണ്. ഈ വളരെ സവിശേഷമായ ഒരു രാഷ്ട്രീയ കാലത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഇപ്പോൾ LDFും UDFും, ഞാൻ BJP മാറ്റി നിർത്തുന്നു ഈ ചർച്ചയിൽ, പൊതുവിൽ തന്നെ അതിനപ്പുറമുള്ളൊരു കേരളത്തിൻ്റെ ഒരു പൊതുവികാരത്തെയാണ്. എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു BJP ഇതുപോലൊരു കലാലയത്തിൽ എന്നും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും സമൂഹത്തിലെ പ്രശ്നങ്ങൾക്കെതിരെയും സംസാരിക്കുന്ന ഇങ്ങനൊരു കലാലയത്തിൽ വന്നപ്പോൾ 3 സംഘടനകളെയും കൊണ്ടുവരണമായിരുന്നു. അല്ല, ഞാനതാ തുടക്കത്തിൽ പറഞ്ഞത്, അവർ വരാമെന്ന് സമ്മതിക്കുകയും അവസാന നിമിഷം പിൻവാങ്ങുകയും ചെയ്തതാണ്, അവരുടേതായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ലോക്സഭയിലേക്ക് പോകേണ്ട അംഗങ്ങൾ ആരാവണം എന്നൊരു ചോദ്യത്തിൽ ഇടതുപക്ഷ അനുഭാവിയാണെന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്. അതിലുള്ള കാഴ്ചപ്പാട് കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്നവരാണ് മെയിൻ പോയിന്റ്. അതിനപ്പുറം അതിൻ്റെ പുറത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ഒരുമിച്ച് നിന്ന് നമ്മുടെ ബാക്കി സംഘടനകൾ, ഈ മതപരമായിട്ട് സംസാരിക്കുന്ന, വർഗീയതയായിട്ട് ഡിവൈഡ് ചെയ്യുന്ന, അവർക്കെതിരെ ഒരുമിച്ച് നിന്ന് സംസാരിക്കാൻ പറ്റുന്നവരായിരിക്കണം ഇവിടെ നിന്ന് സെലക്റ്റായി പോകുന്നത്. ഈ കഴിഞ്ഞ തവണ സെലക്റ്റായി പോയ പല UDFിലെ ആൾക്കാരും നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. പോകുന്നു, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നു, തിരിച്ചു വരുന്നു. ആ ഒരു അവസ്ഥയാണ്. അങ്ങനെയല്ല, നമുക്ക് വേണ്ടി സംസാരിക്കാനും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും തയ്യാറായിട്ട് വേണം സംഘടനകൾ ഇവിടെ നിന്ന് സെലക്റ്റായി പോകാൻ. ചോദിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ്. ജനാധിപത്യത്തിൻ്റെ ഒരു കശാപ്പ് ടൂളായിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ ആയാലും CBI ആയാലും ഉപയോഗിക്കുന്നത്. കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് മറ്റൊരു നിലപാടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലൊരു ഒറ്റ നിലപാട് സ്വീകരിച്ചുകൂടി എന്നാണ് എൻ്റെ ചോദ്യം. അക്ഷയ്, ഏത് തരത്തിലാണ് അക്ഷയ്ക്ക് ഈ ഇടതുപക്ഷം മാത്രം വേറൊരു ബദൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്? മതേതരത്വ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് എങ്ങനെയാണ് കോൺഗ്രസിനെ ഈ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താൻ, അല്ലാതെ കോൺഗ്രസ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന്? അതാണ് അതിലെ ചോദ്യം. അതാണ് ഞാൻ ആദ്യം സിംജോയുടെ അവിടെ നിന്നാണല്ലോ ചോദ്യം വന്നത്. EDയെ കുറിച്ചുള്ള ചോദ്യമാണ് കൺക്ലൂഡ് ചെയ്ത് സിംജോ, ശേഷം അക്ഷയ്. UP എന്ന് പറയുന്ന ഒരു മുന്നണി 2004 ഉണ്ടാവുന്നത് പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. 2004 കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ സോണിയാഗാന്ധി മുന്നോട്ട് വെച്ച ആശയമായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കും എന്നുള്ളത്. അത് കൃത്യമായി നടപ്പിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പം തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന 2 സ്റ്റേറ്റിന് വിഭിന്നമുണ്ടായി. അതിൽ കോൺഗ്രസിന് സംഘടനാപരമായ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചെങ്കിൽ പോലും ആത്യന്തികമായി തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന് സോണിയാഗാന്ധി ആഗ്രഹിച്ചു. അതിനുവേണ്ടി പ്രവർത്തന പദ്ധതികൾ നടപ്പിലാക്കി. ആ സംസ്ഥാനം ഉണ്ടാകുന്ന സാഹചര്യം. രണ്ടാമത്തെ കാര്യം, ഈ CAA-യുമായി ബന്ധപ്പെട്ട് ഒരു വലിയ നറേറ്റീവ് കേരളത്തിലെ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CAA-യിൽ അല്ലെങ്കിൽ കോൺഗ്രസ് അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുത്തില്ല, അതിൽ വോട്ട് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞത്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ആ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ലോക്സഭയിൽ, അതായത് തിരുവനന്തപുരത്തെ പ്രതിനിധീകരിക്കുന്ന 101ഓളം ഡിസ്കഷനുകളിൽ പങ്കെടുത്ത 93% അറ്റൻഡൻസുള്ള, ദേശീയ ശരാശരിക്ക് മുകളിൽ 14 പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിച്ച ശശി തരൂരിൻ്റെ വളരെ മനോഹരമായ ഒരു പ്രസംഗം ഇന്നും നമ്മുടെ യൂട്യൂബിലടക്കം ലഭ്യമാണ്, സഭാരേഖകളിലും അതുണ്ട്. അതുകൊണ്ട് CAA-ക്കടക്കം ശക്തമായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. ഒറ്റ കാര്യം കൂടെ, EDയുമായി ബന്ധപ്പെട്ട് NIA ഭേദഗതി ബില്ല് വരുമ്പോൾ എതിർത്ത് സംസാരിച്ച തരൂരടക്കമുള്ളവർ ആ ഭേദഗതിയെ എതിർത്ത് വോട്ട് ചെയ്തോ? അല്ല, വോട്ട് ചെയ്തില്ല എന്നുള്ളത് കോൺഗ്രസിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. കോൺഗ്രസ് തീർച്ചയായിട്ടും ആ ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ശശി തരൂരിന്റെ
പ്രസംഗം, അതായത് ശശി തരൂർ അത്തരത്തിലൊരു അവസരം ചോദിച്ച് കോൺഗ്രസിന്റെ സുചിന്തിതമായ നിലപാട് CAA വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. എങ്കിൽ അത് പിന്നെ നമ്മുടെ എന്തുകൊണ്ട് എതിർത്ത് ഹാൻഡിലുകളുണ്ട്. വോട്ട് ചെയ്തില്ല? ഞാൻ പറയുന്നത് ആ വോട്ട് എന്തുകൊണ്ടാണ് ചെയ്തതുകൊണ്ട് അതൊരു ടെക്നിക്കൽ കാര്യമാണ്. അല്ല, വോട്ട് ചെയ്യുക ഒരിക്കലുമല്ല. തീർച്ചയായിട്ടും രേഖകളിൽ വരുന്നത് എന്താണ്? ഈ അമെൻമെന്റിനെ, ഈ ഭേദഗതിയെ ഞങ്ങൾ എതിർക്കുന്നു, ഞങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു എന്ന് പാർലമെന്ററി രേഖകളില്ലാത്ത ആ വിധം CAA എതിർത്തത് കൊണ്ടാണ് കോൺഗ്രസ് ലോക്സഭ വിട്ടത്. കൃത്യമായ നിലപാടും പറഞ്ഞിട്ടാണ്. ശബ്ദ വോട്ടോടെ ഞാൻ NIA ഭേദഗതി ബില്ലിനെ കുറിച്ചാണ് പറഞ്ഞത്. NIA ഭേദഗതി ബില്ല് വരുമ്പോൾ എതിർത്ത് സംസാരിച്ചവർ പോലും അത് വോട്ടിനിട്ടപ്പോൾ വോട്ട് ചെയ്യാതെ ബില്ലിനെ അനുകൂലിച്ചു ലോക്സഭയിൽ. അതാണ് സംഭവിച്ചത്. ഞാൻ പറഞ്ഞതാണ്, ഇത്തരം സന്ദർഭങ്ങളിൽ വളരെ ശക്തമായ പ്രതിപക്ഷമാവാൻ, ഇടപെടാൻ കഴിയാത്ത ഒരു വിമർശനം കേരളത്തിൽ നിന്ന് UDF എംപിമാർ നേരിടുന്നത് അവിടെയാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ UDF എംപിമാരെ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിൽ നമ്മൾ കാണുന്നത്. അക്ഷയ്, ഇടതുപക്ഷ മുന്നണി മുമ്പോട്ട് വെക്കുന്ന കാഴ്ചപ്പാടും ആ മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയവും, ആ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നിലയിലേക്ക് വർഗീയതയ്ക്കെതിരായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അത് കോർപ്പറേറ്റ് വൽക്കരണത്തിന് എതിരായിട്ടുള്ള നിലപാടാണ്. ഇവിടെ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് വിവിധങ്ങളായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള നിലപാടല്ലേ എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കകത്തും ആ സംസ്ഥാനങ്ങൾക്കകത്തുള്ള രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ തന്നെയും പൊതുവിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന, ഫെഡറലിസത്തെ സംരക്ഷിക്കുന്ന, ജനാധിപത്യത്തെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കുന്നവരോടൊപ്പം തന്നെയാണ് നമ്മൾ കൂടെ നിന്നിട്ടുള്ളത്. അതല്ലാതെ BJPയോടൊപ്പമല്ല. പക്ഷേ നിങ്ങൾ കേരളത്തിനകത്തേക്ക് കടന്നു വന്ന് നോക്കൂ. നിങ്ങളിപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കിയാൽ എന്താ, AK ആൻ്റണിയുടെ മകൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? AK ആൻ്റണിയുടെ മകൻ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? K കരുണാകരൻ്റെ മകൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മാവേലിക്കരയിൽ, ഇപ്പോൾ ഞാൻ മാവേലിക്കരയിൽ നിന്ന് വരിക, മാവേലിക്കരയിൽ മുമ്പ് മത്സരിച്ച ബൈജു കലാശാല ഇപ്പൊ എവിടെ നിൽക്കുന്നത്? NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ്. അതായത് പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് അക്ഷയുടെ സഹപ്രവർത്തകൻ, അക്ഷയോടൊപ്പം പ്രവർത്തിച്ച ചാരുമൂട് DYFIയുടെ ഏരിയ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സഞ്ജു താമര ചിഹ്നത്തിലാണ് 2024 സ്ഥാനാർത്ഥിയായത്. ബൈജു കലാശാല 2016 കോൺഗ്രസിന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയായതിനു ശേഷം പ്രമോദ് നാരായണനോടൊപ്പം 2021 കേരള കോൺഗ്രസിൽ ചേർന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം EDS സ്ഥാനാർത്ഥിയായി അവതരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ അക്ഷയ 3 പേര് പറഞ്ഞെങ്കിലും അക്ഷയ 3 പേര് പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്നത് അനിൽ ആന്റണിയും അതുപോലെ തന്നെ പത്മജയാണ്. ഈ രാജ്യത്തിനകത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിമിഷങ്ങൾക്കകം അപ്പുറത്തേക്ക് ചാടുകയാണ്. ഇവിടുന്ന് ജനങ്ങൾ കോൺഗ്രസിനെ സംസ്ഥാന അടിസ്ഥാനത്തിൽ വിജയിപ്പിച്ച് വിടുമ്പോൾ ആ MLA-മാരെ പണം കൊടുത്തുകൊണ്ട്, വിലക്കെടുത്തുകൊണ്ട് ചാക്കിലാക്കി കൊണ്ടുപോവുകയാണ്. എങ്ങനെയാണ് ഈ നാട്ടിലെ ജനങ്ങൾ കോൺഗ്രസിനെ വിശ്വസിച്ചുകൊണ്ട് വോട്ട് ചെയ്യുക? ഇപ്പോൾ കേരളത്തിനകത്ത് 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ പ്രതിനിധികളെ വിജയിപ്പിച്ചു വിട്ടാൽ നാളെ അവർ BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് എന്തുറപ്പാണുള്ളത് ഈ അവസാനത്തെ ഘട്ടത്തിൽ? ശരി അക്ഷയ്, അതുപോലെ സിംജോ, ഇത്തരം നിരവധിയായ ചോദ്യങ്ങൾക്ക് നടുവിലൂടെ പുതിയ വോട്ടർമാർ, വിദ്യാർത്ഥികൾ എങ്ങനെ എന്നുള്ളതാണ്. കൊടും ചൂടിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടുകൂടിയാണ്. അതിനിടയിലും ഈ കുട്ടികൾ ക്ലാസ്സിനിടയിൽ വന്ന് ഞങ്ങളോടൊക്കെ സംസാരിച്ച് കുറേയേറെ അഭിപ്രായങ്ങൾ, വളരെ പ്രസക്തമായ പല അഭിപ്രായങ്ങളും പങ്കുവെച്ച കുട്ടികളുണ്ട്. കാഴ്ചപ്പാടുണ്ട് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച്, രാജ്യത്തിൻ്റെ ജനാധിപത്യ പ്രക്രിയ മുന്നോട്ട് പോകേണ്ടതിനെക്കുറിച്ച്, അത്തരം അനിവാര്യത, മതത്തെ വലിയ തോതിൽ ഈ രാഷ്ട്രീയത്തിലേക്കും ഭരണത്തിലേക്കും കലർത്തുന്നതിനെ, മതരാഷ്ട്രമാക്കി മാറ്റുന്നതിന് എതിരെയൊക്കെയുള്ള വലിയ ചിന്തയുടെ ശബ്ദങ്ങൾ കൂടിയാണ് നമ്മൾ ഈ പടക്കളത്തിൽ നിന്ന് കേട്ടത്. വിദ്യാർത്ഥി സമൂഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് എന്ത് എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നേരം പരിശോധിച്ചത്. വളരെയധികം നന്ദി എല്ലാവർക്കും സഹകരിച്ചതിന്. പടക്കളം അവസാനിക്കുന്നു. നമസ്കാരം.